വേണുഗോപാലിനെ പുറത്താക്കി രാഹുൽ. അരമണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് പിന്നിലാണ് ഈ പുറത്താക്കൽ. 3 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നടന്ന അതിനിർണായകമായ ചർച്ച സോണിയയുടെ 10 ജൻപത് വസതിയിൽ നടക്കുമ്പോഴായിരുന്നു രാഹുലിന് KCA വസതിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും പുറത്താക്കേണ്ടി വന്നത്. ശശി തരൂർ വിഷയം കേരളത്തിനകത്തും പുറത്തും ആളിക്കത്തുകയും ദേശീയ ശ്രദ്ധ വരെ പിടിച്ചു പറ്റുകയുമാണ്. രാഹുൽ ആ സമയത്താണ് കളത്തിലിറങ്ങിയത്. ഇവിടെ മല പോലെ വന്നതിനെ മഞ്ഞുപോലെ ഉരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു രാഹുൽ. അതിനുവേണ്ടിയാണ് ശ്രമങ്ങൾ അത്രയും നടത്തിയത്. അതിന്റെ ഭാഗമായി നടന്ന ചർച്ചയിലാണ് ഇരുവരും അരമണിക്കൂർ സംസാരിക്കുകയും ചെയ്തത്. എന്നാൽ ഇവിടെ KCA കണ്ടുപോകരുത് എന്ന തരത്തിലുള്ള നിലപാടാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇതേ സമയം സോണിയുടെ വസതിയിൽ KC വേണുഗോപാലും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ വേണുഗോപാൽ തരൂർ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അതൊരു അടഞ്ഞ അധ്യായമാണ് എന്നാണ്, ഇനിയും കുത്തിപ്പൊക്കേണ്ട എന്ന്. എന്തായാലും AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. ശശി തരൂർ കൂടിക്കാഴ്ചയും നടന്നത്. ശശി തരൂരിനെതിരെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത്. എന്നാൽ പാർട്ടി ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തെ തള്ളുകയും ചെയ്തു. വേണുഗോപാലും സംസ്ഥാന നേതൃത്വത്തിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തരൂർ മുന്നോട്ട് വെച്ച വാദങ്ങൾ ഹൈക്കമാൻഡ് അംഗീകരിച്ചതാണ് സൂചന. ഇതിന് പിന്നാലെയാണ് പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്ന് സംസ്ഥാന നേതാക്കളോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. എന്നാൽ ഇവിടെ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്മേൽ പാർട്ടി സ്വീകരിച്ച നയം രാഹുൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആവശ്യപ്പെട്ടത് ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടി നയത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ശശി തരൂരിനോട് രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു എന്നുള്ളതാണ് വിവരം. വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് രാഹുലിന്റെ ഉപദേശം. എന്നാൽ താൻ പാർട്ടി നയത്തെ എതിർത്തില്ലെന്ന് തരൂർ രാഹുലിന് മറുപടിയും നൽകി. ചില വിഷയങ്ങളിൽ എന്നും വ്യക്തിപരമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. പാർട്ടിയിൽ കുറെ കാലമായി തന്നോട് അവഗണനയുണ്ട് എന്നും കൂടിയാലോചന കുറയുന്നുവെന്നും തരൂർ പരാതിപ്പെട്ടതായാണ് വിവരം. വളഞ്ഞിട്ട് ആക്രമിച്ചാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് ചർച്ചയിൽ തരൂർ നിലപാടെടുത്തു. സംസ്ഥാന കോൺഗ്രസിലും തനിക്കെതിരെ പടയൊരുക്കമുണ്ട് എന്നും തരൂർ ചൂണ്ടിക്കാട്ടിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ചെറിയൊരു വെല്ലുവിളി നടത്തുന്നത്.